ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 23 മാർച്ചാണ്, സാറ്റർഡേ. നമ്മളിന്ന് മീൻമൂട് വാട്ടർഫോൾസ്, നമ്മുടെ വെഞ്ഞാറമൂടുള്ള മീൻമൂട് വാട്ടർഫോൾസിലാണ് പോകുന്നത്. അപ്പോൾ 5:45 ഞാൻ ഒക്കെ ഉണ്ട്. കുറേ നാൾ കൂടിയാണ് നമ്മളിവിടെ റൈഡ് വരുന്നത്, മോൺട്രയിലാണ് വരുന്നത്. പിന്നെ രഞ്ജിത്ത്, 2 അജിത്തും വരും. നമ്മളിത്രയും പേരേ ഉള്ളൂ. രഞ്ജിത്തുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പോത്തങ്കോടെത്തി. എല്ലാവരും ജെസ്സി ഉണ്ട്, അജിത്ത്, രഞ്ജിത്ത്, അജിത്ത്, ശ്രീമാൻ, എല്ലാവരും ഉണ്ട്. പോത്തങ്കോടെത്തി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട്. ഹോട്ടൽ വിക്ടോറിയസ്. നമ്മൾ ചായ കുടിച്ചിട്ട് പോകും. രാവിലെ രഞ്ജിത്ത് ബോണ്ട കുത്തി കയറ്റുന്നു ഗൈസ്. ആ കേക്ക്. ചായടി കഴിഞ്ഞ് നമ്മളിനി പോകും കേട്ടോ. ഗൈസ്, പോളിഗൺ പാത്ത് 3 ആണ്. ജസ്റ്റിയുടെ മൗണ്ട് ഇതിൻ്റെ സ്പോട്ട്. ഞങ്ങളുടെ 2 പേരെയും പോകുന്നു. ഓക്കെ, വെഞ്ഞാറമൂടൊക്കെ എത്തി ഗൈസ്. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അടിപൊളി സ്ഥലമായിട്ട്. റബ്ബറുകളാണ്, അതുകൊണ്ട് ചെയ്യും തണുപ്പൊക്കെ ഉണ്ട്. ഇതൊരു വലിയ വാട്ടർഫോൾ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു, നമ്മുടെ അടുത്തുള്ളൊരു 20 കിലോമീറ്ററിനകത്തുള്ള അത്യാവശ്യം ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം നമ്മളതേ ഉള്ളൂ. നമ്മൾ കുളിക്കാൻ ഇറങ്ങുമെന്നൊക്കെ ഉള്ള ഡൗട്ടാണ് കേട്ടോ. കാണാം സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. റോഡ് ഒരു രക്ഷയില്ല, നല്ല സ്മൂത്ത് റോഡാ. പക്ഷേ ക്ലൈംബ്. എല്ലാവരും ഉണ്ട്. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തി. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകണം. വഴിയുണ്ട് ഗൈസ്. നമ്മളത് ഓരോ ഏത്തക്കൊക്കെ കേട്ടു. നമ്മുടെ ലൊക്കേഷൻ അടുത്തൊരു കടയുണ്ടേ. ഞങ്ങൾ ഒരു ചായ നാരങ്ങയുള്ള ഇതടിക്കുക. ഈ പാലമാണ് ഹൈലൈറ്റ് കേട്ടോ. പാലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് സ്റ്റെപ്പുണ്ട്. അതുവഴി പതുക്കെ ഇറങ്ങി വരിക. അപ്പം
വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. താഴോട്ട് പോകാൻ പറ്റും. ഇതാണ് ആ പാലം. നമ്മൾ ആ സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ടങ്ങ് ഇറക്കി വെച്ചാലോ. വെള്ളമൊന്നുമില്ല ഇവിടെ. ആക്ച്വലി ഇപ്പോൾ വെള്ളം കുറവാണ്, ചൂടാണല്ലോ, അതുകൊണ്ട് വെള്ളം കുറവ്. പക്ഷെ വെള്ളം ഉള്ള സമയത്താണ് അടിപൊളി വ്യൂ ആയിരിക്കും. ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. തെന്നുന്ന സ്ഥലമാണ്. എടാ പേരെന്ത്? ഹരി. അരുൺ. ഇവിടെ ഉള്ള ചെറിയ ഒരു ചാനലൊക്കെ ഉണ്ട്. ടയർഡായിട്ട് കിടക്കുമല്ലേ? എന്തോ ഇല്ല അല്ല, നമുക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉള്ള ആണോ? സെറ്റാണ്. എന്താ പറയുന്നത്? ആണോ? അയ്യോ ആണോ? അയ്യോ എന്താ ശ്വാസം മുട്ട അങ്ങനത്തെ ഒക്കെ വരുമോ? ഈ റെഡ് തുണി കെട്ടിയത് അതിന്റെ ഭാഗമായിട്ടാണോ? അതോ ഇല്ല എനിക്ക് അവിടെ വന്നിട്ടില്ല. താഴോട്ട് നോക്കട്ടെ. ഇച്ചു തന്നെയല്ലേ? ആ ഇത് തന്നെ കേട്ടോ. സോറി. എന്താ? ആ ഇല്ല. സംഭവം അടിപൊളി സ്ഥലമാണ്, പക്ഷേ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റുന്നത്. അത് വേറൊരു കാര്യം. നമ്മളിവിടെ കണ്ടതല്ല, ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുവാണ് ഇവിടെ. മനിതർ കാതലല്ലേ? ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്
ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ട്. പക്ഷെ വെള്ളം ഇപ്പോൾ ക്ലീനല്ല, ഭയങ്കര അഴുക്ക് ആയിട്ട് കിടക്കുന്നു. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ക്ലീനായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകാമായിരുന്നു. നമ്മളിവിടെ വന്നു. സ്ഥലം അടിപൊളിയാണ്, പക്ഷെ ഉണക്കായതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല, അഴുക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങി തകർത്തതിനാണ്. ഓക്കെ, പൊളിച്ചേനെ എന്തോ നിർഭാഗ്യവശാൽ വെള്ളമില്ല, ഉള്ളത് അഴുക്ക് വെള്ളമോ, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. അതെ, ഇപ്പോൾ തിരിച്ച് ക്ലൈമ്പാണ്, മൊത്തം ക്ലൈമ്പ്. അപ്പോൾ ചവിട്ടി കയറ്റണം. പക്ഷെ റോഡ് അടിപൊളി റോഡ്. യെസ്, അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് തിരിക്കുക കേട്ടോ. വെയിലായി. ആ കാണുന്ന കയറ്റവും ചവിട്ടണം. മിണ്ടാനുള്ള ശേഷിയില്ല ഗൈസ്, മിണ്ടാനുള്ള ശേഷിയില്ല ഗൈസ്. പടം ചേട്ടൻ പറ്റിച്ചാണ്. ഇവിടം വരെയുള്ള ക്ലൈമ്പെന്ന് പറഞ്ഞു. പുള്ളി അടുത്ത കുന്നിൽ പോയി നിൽക്കുക കേട്ടോ. ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുക. മാരെ ക്ലൈമ്പ് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മൊത്തം ക്ലൈമ്പ്. ആകെ ചെറിയൊരു ബാക്കി മൊത്തം ക്ലൈമ്പ്. ഗൈസ് വലിയ ആഗ്രഹമാണെന്നില്ല, ഒരു വടയും ഒരു കട്ടൻ കാപ്പി കുടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ. അതുപോലും ഈ പരിസരത്തൊന്നും ഒരു കടയില്ലായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിനൊരു കട കണ്ടില്ലെങ്കിൽ ഞങ്ങൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഒരു കഫ്സർപ്പലം മാറ്റി കുടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഭാഗ്യത്തിനൊരു കട കണ്ടു. പൊറോട്ടയും മുട്ടക്കറി. കുഴഞ്ഞ ഗൈസ് എല്ലാവരും പൊറോട്ട ഉണ്ടായിട്ട് ചിരിയാണ് പോകുന്നത്. പൊറോട്ടയും മുട്ടക്കറി. ഗൈസ് ഈ ചേച്ചിയുടെ വീട്ടിൽ കടയിൽ നിന്നാണ് നമ്മൾ പൊറോട്ടയൊക്കെ അടിച്ചത്. അടിപൊളി പൊറോട്ട.